everyone. I hope I am audible and visible and clear. എല്ലാവർക്കും വീണ്ടും സെറ്റ് ഇംഗ്ലീഷിന്റെ വെബിനാർ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും PYQ ഡിസ്കഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ മുൻപ് യൂണിറ്റ് 1 ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് യൂണിറ്റ് 2 ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ ഒരുപാട് ലെങ്തി ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരുപാട് ലെങ്തി ആയിട്ട് നമ്മൾ പോവില്ല. പക്ഷേ we will definitely talk about some important questions. All right. So let's start without just wasting our time. But before that, I really wanted to know about the status of your previous experience. നിങ്ങൾക്ക് മുൻപത്തെ സെഷൻ എങ്ങനെയുണ്ടായിരുന്നെന്ന് അറിഞ്ഞാൽ കൊള്ളാം. So I'm expecting some answers right here. Okay, I was unable to listen to your comments previously. Good evening. Good evening, Sitara. Good evening. So I hope more students will definitely join right now. Yes. Okay. So live start ചെയ്തിട്ടുണ്ട്. So be prepared and just get ready to just answer quickly. നമുക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് അധികം സ്ട്രെസ് ആയിട്ട് പോവാതെ ചെറിയൊരു ഡിസ്കഷനും ആവാം അല്ലേ? ഇതുവരെ നിങ്ങൾ ഏകദേശം സെറ്റ് ഇംഗ്ലീഷിൽ ഏകദേശം 6 യൂണിറ്റുകളുണ്ട്. ആ ഒരു 6 യൂണിറ്റുകളിലുമായിട്ട് ഓരോ യൂണിറ്റുകളിലും നിങ്ങൾക്ക് 20 ചാപ്റ്റേഴ്സ് 20 മൊഡ്യൂൾസ് വീതം കവർ ചെയ്യാനുണ്ട്. സോ യു റിയലി നോ അബൌട്ട് ദാറ്റ് പാർട്ട് വെരി വെൽ. സോ ആ ഓരോ മൊഡ്യൂളുകളിലും നിങ്ങൾക്കറിയാം ഓരോന്നും ഓരോരോ പെർട്ടിക്കുലർ ടോപ്പിക്സിനെ കൺസിഡർ ചെയ്യുന്നതായിരുന്നു. സോ സ്പെസിഫിക്കലി വിക്ടോറിയൻ എറയും അതുപോലെ തന്നെ റൊമാൻറ്റിക് എറയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് നിന്ന് പ്രത്യേകമായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരുപാട് മേഖലകളും ഒരുപാട് ഭാഗങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് അതിനെക്കുറിച്ചും ചെറിയൊരു സംസാരം ആവാം. സോ യൂണിറ്റ് 2ലേക്ക് PYQ ഡിസ്കഷനിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റ് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഓൾറൈറ്റ്. സോ ഹിയർ കംസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമായിരിക്കും വിക്ടോറിയൻ മൊറാലിറ്റി, വിക്ടോറിയൻ ഡിലമ്മ, വിക്ടോറിയൻ ആ ഒരു ക്ലാസ് സ്ട്രക്ചർ ഒക്കെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിക്ഷൻ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള റൈറ്റിംഗ്സിന്റെ സ്റ്റൈൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം. ആളുകൾ ഹൈലി മോറലിസ്റ്റിക് വാല്യൂസിന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സമയമാണത് അല്ലെ? സോ അത്തരത്തിൽ ഉള്ള ഒരു സമയത്ത് ഏതാനും ചില പോപ്പുലർ ആയിട്ടുള്ള വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റുകൾ കൂടെ ഒരുപാട് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് അല്ലെ? വിക്ടോറിയൻ ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾ എഡ്യൂക്കേഷൻ നേടുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അത് എലൈറ്റ് ആയിട്ടുള്ള സ്ത്രീകൾ നാമമാത്രമായിട്ട് എഡ്യൂക്കേഷൻ നേടുകയും എന്നാൽ കൂടുതലായിട്ട് വർക്കിംഗ് ക്ലാസ് വിമൻ അങ്ങ് വന്നു തുടങ്ങാത്തൊരു സമയമാണ്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഭാഗം വിമൻ വല്ലാതെ വരാത്തൊരു സമയമാണ്. ആ സമയത്ത് വന്നിട്ടുള്ള ആളുകൾക്ക് ഒരുവിധം റിബൽസ് ആണ്, അല്ലെങ്കിൽ ഒരുവിധം ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. കാരണം അവരന്ന് പുതിയൊരു ട്രെൻഡ് തുടങ്ങി വെക്കുകയായിരുന്നു. സോ അത്തരത്തിൽ പോപ്പുലർ ആയിട്ടുള്ള ഏതാനും ചില വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റുകളുണ്ട്. ഇവിടെ നമ്മൾ ഏതാനും ചില പ്രോപ്പർ ഓപ്ഷൻസ് നൽകുന്നുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ദ ഫോളോയിങ് ആർ ദ വിക്ടോറിയൻ വിമൻ നോവലിസ്റ്റ്. അതിൽ ആരൊക്കെയാണ് വിക്ടോറിയൻ നോവലിസ്റ്റ് ആയിട്ടുള്ളത്? Charlotte Bronte. Sorry, please ignore the first comment itself. Let's consider A. Emily Bronte, Charlotte Bronte, Jane Austen. B. Charlotte Bronte, Jane Austen and George Eliot. C. Charlotte Bronte, Anne Bronte, George Eliot. D. none of the above. ഇവിടെ ഏതാനും ചില വിക്ടോറിയൻ നോവലിസ്റ്റുകളെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ആദ്യത്തെ അല്ലെങ്കിൽ ആ ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോപ്പുലർ ആയിട്ടുള്ള വുമൻ നോവലിസ്റ്റുകളുടെ ആ ഒരു ബഞ്ച് ഓഫ് നോവലിസ്റ്റുകൾ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്ന്? നമുക്ക് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം അല്ലേ? കഴിഞ്ഞ ദിവസം അൺഫോർച്ചുനേറ്റ്ലി I was unable to see your comments. Hi Rashmi. Hi Sitara. So what do you think? What's the right answer for the first question? Please ignore Charlotte Bronte, Anne Bronte and George Eliot on right here itself. Just consider the options and please comment your answer. എന്തെങ്കിലും ആൻസേഴ്സ് ഉണ്ടോ? എന്താ തോന്നുന്നത്? ഷാർലറ്റ് ബ്രോണ്ടി ഏത് കാലഘട്ടത്തിലായിരുന്നു? ആൻ ബ്രോണ്ടി ഏത് സമയത്തായിരുന്നു? ജോർജ് എലിയറ്റ് ഏത് സമയത്തായിരുന്നു? Alright, let's go to the answer. It's definitely Charlotte Bronte, Anne Bronte and George Eliot. നിങ്ങൾക്ക് ഒരു ഷീറ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരിക്കും, കാരണം accidentally I just marked the answer right there along with the question. So let's consider the next question. Which novel ends with this statement?
I lingered round then under that benign sky. ഏത് നോവലാണ് ഇത്തരത്തിൽ എൻഡ് ചെയ്യുന്നത്? I lingered round then under that benign sky. ഏത് നോവലാണ് ഇങ്ങനെ എൻഡ് ചെയ്യുന്നത്? Any suggestions? Any answers? I'm just waiting for 2 to 3 seconds so that you can definitely answer your responses right there in the chat box. വളരെ ഈസി ആയിട്ടുള്ളൊരു ആൻസർ ആണിത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് റെസ്പോൺസസ്. സിത്താര MS, ഷീ ജസ്റ്റ് ആൻസേർഡ് ഓപ്ഷൻ സി അല്ലേ? വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. എമിലി ബ്രോണ്ടി എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അതുകൂടാതെ എമിലി ബ്രോണ്ടി എഴുതിയിട്ടുള്ള ഒരു വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മറ്റ് ഷാർലറ്റ് ബ്രോണ്ടിയും അതുപോലെ തന്നെ എമിലി ബ്രോണ്ടിയും അതുപോലെ തന്നെ ഷാർലറ്റ്, എമിലി ആൻഡ് ആൻ ബ്രോണ്ടി അല്ലേ, ഈ മൂന്നാളുകളും കൂടി എഴുതിയിട്ടുള്ള കൊളാബറേറ്റഡ് വർക്ക്സുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഇവരുടെ ഈ ഒരു അക്കൗണ്ടിൽ ഏറ്റവും കൂടുതലായിട്ട് പോപ്പുലർ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. എമിലി ബ്രോണ്ടിയെ മെൻഷൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ലഭിച്ചു അല്ലേ? യെസ്, ആൻഡ് യുവർ ആൻസർ ഈസ് ആബ്സല്യൂട്ട്ലി റൈറ്റ്. ഇറ്റ്സ് വിതറിംഗ് ഹൈറ്റ്സ്. ഓക്കെ, സോ വിതറിംഗ് ഹൈറ്റ്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം വിതറിംഗ് ഹൈറ്റ്സ് എമിലി ബ്രോണ്ടിയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പെർട്ടിക്കുലർ നോവലിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹീത്ത് ക്ലിഫിനെ കുറിച്ചും അതുപോലെ തന്നെ കാത്തിയെ കുറിച്ചുമാണ് അല്ലേ? സോ ഹീത്ത് ക്ലിഫ് കാത്തിയോട് പറയുന്ന ഹോണ്ട് മീ എന്ന് പറയുന്ന രംഗമൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, അന്ന് അത്രത്തോളം അക്സെപ്റ്റഡ് അല്ലായിരുന്നെങ്കിൽ കൂടിയും പിന്നീട് നമ്മുടെ ഷാർലറ്റ് ബ്രോണ്ടിക്കൊക്കെ ശേഷം ഏറ്റവും കൂടുതലായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ക്ലാസിക്കലി ഒരുപാട് വർക്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഷാർലറ്റ് ബ്രോണ്ടിയുടെ വർക്കുകളെക്കാൾ കൂടുതൽ ഊന്നൽ നൽകി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു വർക്കാണ് വിതറിംഗ് ഹൈറ്റ്സ് എന്ന് പറയുന്നത്. Alright, now let's go ahead to the next question. George Meredith was a writer who lived during dash. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജോർജ് മെറഡിത്ത് വാസ് എ റൈറ്റർ ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ഡാഷ്. എന്താണ് നിങ്ങളുടെ ആൻസർ? എന്താണ്? I would like to listen to your answers. You got any answers? If yes, please comment right there. നിങ്ങളുടെ ആൻസേഴ്സ് എന്താണ്? ഏത് സമയത്തായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് ജോർജ് മെറഡിത്ത്? ഹി ഈസ് വെരി ഫേമസ്. ഇദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ്. ആ ഒരു നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നോവൽസ് പോപ്പുലർ ആയിട്ടുള്ള സമയം ഏതാണെന്ന് തന്നെ ആലോചിച്ചാൽ മതി. Alright, any suggestions? ഒരുപാട് റൊമാൻറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്. ജോൺ കീറ്റ്സിന്റെ വരികളൊക്കെ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ടെനിസന്റെ വർക്ക്സുകളൊക്കെ ഒരുപാട് ഇദ്ദേഹത്തിന്റെ വർക്ക്സുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? DG റോസറ്റി, ആ ഒരു പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡ് ഒക്കെ ഇദ്ദേഹത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. യെസ്, can I get some responses please? So C ആണ് വീണ്ടും ആൻസർ വരുന്നത്. അതെ, C ആണ്. സിതാര MS is commenting. She just it's C again. അതെ, C തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ വിക്ടോറിയൻ എറ അല്ലെ? ഇദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഇദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള മറ്റു ഒട്ടനവധി വർക്കുകളുണ്ട്. ദ ഈഗോയിസ്റ്റ് അല്ലെ, കൂടാതെ ഡാൻ ഓഫ് ദ ക്രൂസ് വേസ് പോംസ് എന്ന് പറഞ്ഞ ഒരു പോയട്രി കളക്ഷൻ ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈഗോയിസ്റ്റ് ഇദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ്. അത് ആക്ച്വലി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1879 അല്ലെ? ഇനി ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. Amelia Sedley and Becky Sharp are characters in dash. ഏത് വർക്കിലെ ക്യാരക്ടേഴ്സ് ആണ് അമേലിയ സെഡ്ലി ആൻഡ് ബെക്കി ഷാർപ്പ്? ഏത് വർക്കിലെ ക്യാരക്ടേഴ്സ് ആണ്? Can I get some responses, please? Yes. I'm just looking forward to your comments right there in the chat box. Okay. സി എന്ന് പറയുന്നത് പഴയ ആൻസർ അല്ലേ? വേറെ എന്തെങ്കിലും പുതിയ സജഷൻസ് ഉണ്ടോ? പുതിയ ആൻസേഴ്സ് ഉണ്ടോ? യെസ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു നോ ദ ആൻസർ. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി യെസ്. യെസ്, ഇതാരെ കമന്റ് ചെയ്തു. വെരി ഗുഡ്. ഇറ്റ്സ് വാനിറ്റി ഫെയർ.
വാനിറ്റി ഫയർ എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള വർക്കിലെ ക്യാരക്ടേഴ്സ് ആണ് അമേലിയ സെർലിയൻ, ബെക്കി ഷാർപ്പ്. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂൾ പഠിച്ചപ്പോൾ തന്നെ പ്രോപ്പർ ആയിട്ട് വാനിറ്റി ഫയറിലെ പ്രധാന ക്യാരക്ടേഴ്സിനെയും ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടാവും. Yes. Now, fifth question. Joshua, bounded by, and Thomas Gradgrind are characters in Dickens' Dash. ഇത് നിങ്ങൾക്ക് ഒരുപാട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ചാപ്റ്റർ സമ്മറി പഠിച്ചപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഡിക്കൻസിന്റെ ഏത് നോവലിലാണ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത്? ജോഷിയ ബോണ്ടബൈ ആൻഡ് തോമസ് ഗ്രാഡ്ഗ്രിൻഡ്. അത് ഏത് വർക്കിലാണ് ഇവർ വരുന്നത്? Can I get some responses, please, dear students? I don't know. I'm not able to see your comments right now. Okay. Yes. B. ഓക്കെ, ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആളെ കിട്ടും അല്ലെ, ഏത് വർക്കാണെന്ന് കിട്ടും അല്ലെ. നിങ്ങൾക്കറിയാം ഗ്രാഡ്ഗ്രിൻഡ് വരുന്നുണ്ട്, തോമസ് ഗ്രാഡ്ഗ്രിൻഡ് വരുന്നുണ്ട്, ലൂയിസ വരുന്നുണ്ട്, ജോസിയ ബോണ്ടബൈ വരുന്നുണ്ട്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. ഇത് അന്നത്തെ ആ ഒരു സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജസ്റ്റ് എ മിനിറ്റ്. I'm sorry, there was some background disturbance. സ്ക്രീൻ ക്ലിയർ ആവുന്നില്ല എന്നാണോ പറയുന്നത്? സ്ക്രീൻ ക്ലിയർ ആവുന്നില്ല. സ്ക്രീൻ ക്ലിയർ അല്ലേ, കാണുന്നില്ലേ? ഞാനൊരു ഹാഫ് വ്യൂവിൽ വെച്ചിട്ടാണ് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്, സോ ദാറ്റ് ഐ ക്യാൻ ഈവൻ റീഡ് യുവർ കോമൻസ്. അല്ലെങ്കിൽ ഞാൻ ഫുൾ സ്ക്രീൻ, പക്ഷെ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻ ഫുള്ളി വിസിബിൾ ആവുമല്ലോ. പ്ലീസ് ചെക്ക് യുവർ നെറ്റ്വർക്ക് കണക്ഷൻ. എല്ലാം സ്റ്റേബിൾ ആണോ എന്ന് നോക്കൂ. ആൻഡ് യാ, വി ജസ്റ്റ് ഗോട്ട് സം ആൻസേഴ്സ്. സിതാര, you just did an excellent job. It's hard times for sure. അല്ലേ, ഹാർഡ് ടൈംസ് ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. യെസ്, സിതാരയ്ക്ക് കാണാം. So death of little Nell in Dickens' novel is unfailingly mentioned in any discussion of Victorian sentimentality. ഏതൊരു ഡിക്കൻസിന്റെ നോവലിലുള്ള ഈ ഒരു വർക്ക്, അതിനെ നിങ്ങൾ വീടായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോ ക്വാളിറ്റി എൻഷുർ ചെയ്യുക, ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് കാണുന്നതെന്ന് ഉറപ്പ് വരുത്തുക, ഇല്ലെങ്കിൽ ആ ക്വാളിറ്റി സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുക. സോ ദാറ്റ് ഓഫ് ലിറ്റിൽ നെൽ ഇൻ ഡിക്കൻസ് നോവൽ, ഡിക്കൻസിന്റെ നോവലിൽ ഒരു പെർട്ടിക്കുലർ നോവലിനെ പറയുന്നുണ്ട്, ആ ഒരു പെർട്ടിക്കുലർ നോവലിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈസ് അൺഫീലിംഗ്ലി മെൻഷൻഡ് ഇൻ എനി ഡിസ്കഷൻ ഓഫ് വിക്ടോറിയൻ സെന്റിമെന്റാലിറ്റി. വിക്ടോറിയൻ സെന്റിമെന്റാലിറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള വർക്ക്, അതും പെർട്ടിക്കുലർലി ലിറ്റിൽ നെല്ലിന്റെ ഡെത്തിലൂടെ പോർട്രേ ചെയ്തിട്ടുള്ള വർക്ക് ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. വിക്ടോറിയൻ സെന്റിമെന്റാലിറ്റിയെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡിക്കൻസിന്റെ ഏത് നോവലാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്? ഒരു ഹിന്റ് അവർ ആദ്യം തന്നെ പറഞ്ഞു തന്നു കഴിഞ്ഞു, ദ ഡെത്ത് ഓഫ് ലിറ്റിൽ നെൽ. സോ അത് ഏത് വർക്കിലാണ് വരുന്നത്? നമുക്ക് ആൻസർ ശ്രദ്ധിക്കാം. രശ്മി ആൻസർ ചെയ്യുന്നുണ്ട് ബി എന്നും, അതുപോലെ തന്നെ സിതാര ഡി എന്നും. ആൻസർ ഡി ആണ്, ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് നോവൽ ബൈ ഡിക്കൻസ് ഈസ് റിട്ടൺ അഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ? ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ. ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഏതാണ് വർക്ക് എന്ന്. ഏത് വർക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്, ഏത് വർക്കാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസോട് കൂടി ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്? എനി ആൻസേഴ്സ്? I'm unable to see your comments. Yes. ബി ആണോ? ബി ആണ്, ബി ഇപ്പോഴത്തെ ആൻസർ ആണോ? സിതാര സേസ് ഇറ്റ്സ് ബി. ഓക്കെ, എനി മോർ കോമൻസ്? ആർക്കെങ്കിലും വേറെ എതിരഭിപ്രായങ്ങളോ വല്ലതുണ്ടോ? ബട്ട് നൗ ഇറ്റ്സ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. ഫ്രഞ്ച് റെവല്യൂഷന്റെ ബാക്ക്ഡ്രോപ്പിൽ വെച്ച് എഴുതിയിട്ടുള്ള വർക്കാണ് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്നത്. അതിന്റെ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. രണ്ട് സിറ്റീസ് ആയിട്ട് അതിൽ എന്തിനാണ് പറയുന്നത്? ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്, കുറെ ചാലഞ്ചിങ് ആയിട്ടുള്ള കോംപ്ലക്സ് നോട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട് അല്ലെ. എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഇറ്റ്സ് ആക്ച്വലി റിട്ടൺ അഗെയിൻസ്റ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ആൻഡ് നയൻത്, ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാം. ഡാഷ് ഇസ് എ സബ് ടൈറ്റിൽ ഓഫ് ഒലിവർ ട്വിസ്റ്റ്. ഒലിവർ ട്വിസ്റ്റിന്റെ സബ് ടൈറ്റിൽ എന്താണ്? യെസ്, നിങ്ങൾ ഇൻ കേസ് നസിയ ഇപ്പോൾ കമന്റ് ചെയ്തു സ്ക്രീൻ ക്ലിയർ ആവുന്നില്ല എന്നുള്ളത്. അത് ശരിക്കും സംഭവിക്കുന്നത് നിങ്ങളുടെ സ്ക്രീൻ റെസൊല്യൂഷൻ അല്ലെ, അതിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെയാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു
ഫോൺസ് ഒക്കെ ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോണ്ട് കൃത്യമാണോ എന്നുള്ളത് മനസ്സിലാക്കുക. അത് ഹൈ ക്വാളിറ്റി ആണോ ലോ ക്വാളിറ്റി ആണോ? ലോ ക്വാളിറ്റി ആണെങ്കിൽ ഒട്ടും ഇത് ക്ലിയർ ആവില്ല. സോ പ്ലീസ് എൻഷുർ ദാറ്റ് യു ആർ ജസ്റ്റ് വാച്ചിങ് ദ വീഡിയോ ഇൻ ഹൈ ക്വാളിറ്റി, higher resolution. Okay, സിതാര പറയുന്നു the answer is A. It's maybe pretty easy for everyone. ഇത് വളരെ ഈസി ആയിരിക്കും. Dash is a subtitle of Oliver Twist. Oliver Twistന്റെ സബ്ടൈറ്റിൽ ചാൾസ് ഡിക്കൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഏതായിരുന്നു? യെസ്, എ എന്ന് സിതാര പറഞ്ഞു. എനിവൺ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മറ്റ് റെസ്പോൺസസ് വല്ലതും ഉണ്ടോ? ഇറ്റ്സ് വെരി ഈസി. ദ പാരിഷ് ബോയ്സ് പ്രോഗ്രസ് അല്ലേ? എങ്ങനെയാണ് അവന് ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലണ്ടൻ സിറ്റിയുടെ ആ ഒരു പഴയ ഇൻഡസ്ട്രിയൽ മുഖം ഒക്കെ നമുക്ക് ഈ ഒരു വർക്കിലൂടെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അല്ലേ? ഇനി 10th, characters of Shakespeare's plays and owned English comic writers are works by dash. Remember, question ശ്രദ്ധിക്കൂ. Characters of Shakespeare's plays and owned English comic writers. ഇത് ആരുടെ വർക്ക്സ് ആണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലാക്കുക. മുൻപ് ചോദിച്ചിട്ടുള്ള, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ വരുന്നു എന്നുള്ളതും ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം PYQs മനസ്സിലാക്കാം അല്ലെ? ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ് എങ്ങനെയാണ് മനസ്സിലാക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്താണ്? സോ സിതാര കമന്റഡ്, അത് സിതാരയുടെ പ്രീവിയസ് ആൻസർ ആയിരുന്നു. യാ, ഐ തിങ്ക് ദാറ്റ് വാസ് യുവർ പ്രീവിയസ് ആൻസർ. സോ വാട്ട്സ് യുവർ current answer? സിതാര, ബാക്കി ആരൊക്കെ ഉണ്ടായിരുന്നു? രശ്മിയൊക്കെ ഉണ്ടായിരുന്നു. രശ്മി പോയോ? Characters of Shakespeare's plays and owned English comic writers. നിങ്ങളുടെ ആൻസർ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. സർ വാൾട്ടർ സ്കോട്ട്, വില്യം ഹാസ്ലിറ്റ് ആണോ, ലേ ഹണ്ട് ആണോ, റോബർട്ട് സതേ ആണോ? Okay, let's go to the answer. It's actually William Hazlitt. വില്യം ഹാസ്ലിറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രധാന വർക്ക്സുകൾ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ചോദിക്കുന്നൊന്നുമില്ല. നമ്മളൊരു പക്ഷേ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുള്ള റൈറ്റേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? വില്യം ഹാസ്ലിറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ഇദ്ദേഹമാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Alright, and 11th, who is the author of this line? Nobody will love long who deals much with opium. Its pleasures even are of grave and solemn complexion. ഈ ഒരു പെർട്ടിക്കുലർ ടൈറ്റിൽ, ഈ ഒരു പെർട്ടിക്കുലർ റെഫറൻസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി ആളെ പിടികിട്ടും ആരാണ് ഇയാളെന്ന്. A Hunt, B De Quincey, C Hazlitt and D Lamb. ഏത് ഓഥറാണ് ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ എഴുതിയിരിക്കുന്നത്? Nobody will love long who deals much with opium അല്ലെ? ഇത്രയും ഒപ്പിയം ഇത്രത്തോളം യൂസ് ചെയ്യുന്ന ആൾ ഒരിക്കലും അല്ലെ ഇത്രത്തോളം ചിരിക്കില്ല. Nobody will love long who deals much with opium അല്ലെ? And its pleasures even are of grave and solemn complexion. അതിന്റെ പ്ലഷേഴ്സിനെ കുറിച്ച്, അതിന്റെ വൈൽഡ് പ്ലഷേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ആരാണ്? ഒരുപാട് ആൻസേഴ്സ് വരുന്നു. സിതാര says it's C and no, സിതാര says it's B and Nasia says it's B. ഡിക്കൻസി ആണോ? ഡിക്കൻസി എന്ന് പറയുന്നത് ഡിക്കൻസിയുടെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ടല്ലോ, ഏതായിരുന്നു അത്? Can you really comment right there in the comment section? അദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള വർക്ക് തന്നെ ഇതിനെ സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒപ്പിയം ഈറ്റിങ്ങിനെ കുറിച്ച് റെഫർ ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. തോമസ് ഡിക്കൻസിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ആരും തന്നെ ഓർമ്മ വരുന്ന ഒരു വർക്ക് ഇതാണ്, ദി കൺഫെഷൻസ് ഓഫ് എൻ ഒപ്പിയം ഈറ്റർ അല്ലെ? യെസ്, ആൻഡ് ഓഫ് കോഴ്സ് ദ ആൻസർ ഈസ് ബി. Right. Yes, the answer is B. Cool. Right. So, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇൻഫാക്ട് I just forgot that the next question is this. The Confessions of an English Opium Eater is a work by Rousseau. Rousseau. Philosophers ഒക്കെ ഇവിടെ ഫിലോസഫേഴ്സിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? De Quincey, Coleridge, Pope. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഒരുപക്ഷെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയാത്ത അല്ലെങ്കിൽ ആൻസർ ഊഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ചില ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ ഏജ് സ്പെസിഫിക് ആയിട്ട് ഏതെല്ലാം ആ കാലഘട്ടത്തിൽ ഏതെല്ലാം റൈറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നതെന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു റൈറ്റർ വന്നു എന്നിരിക്കട്ടെ. ഒരുപക്ഷെ റൈറ്ററിന് നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അയാളുടെ വർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ കേട്ട് പഴകിയ ഒരു വർക്ക് ആയിരിക്കും. അതും അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഒരു റൈറ്റർ ആണെന്നറിയാം,
ഇയാളുടെ വർക്ക് ഇതാണെന്ന് അറിയാം, ഒരു കാലഘട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ മറ്റ് റൈറ്ററും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വരുന്നെങ്കിൽ മറ്റ് റൈറ്റേഴ്സിന്റെ കാലഘട്ടം മാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ മതി. ഇതൊക്കെ നമ്മൾ പറയാം, ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആ വിക്ടോറിയൻ എറ ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലുള്ളതും വിക്ടോറിയൻ റൈറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ അയാളെ ആ ഒരു വർക്കിന് നിങ്ങൾക്ക് കറക്റ്റ്ലി അറിയാനില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാം, അല്ലേ? നേരെ മറിച്ച് എല്ലാം വിക്ടോറിയൻ റൈറ്റേഴ്സ് ആകുമ്പോഴാണ് അവിടെ ചാലഞ്ച് വരുന്നത്. നമ്മൾ നേരോ ഡൗൺ ചെയ്ത് നമ്മൾ ആ ഒരു കറക്റ്റ് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എല്ലാ എക്സാമിനും യൂസ് ചെയ്യുന്ന ഒരു പോസിബിലിറ്റി തന്നെയാവും, അല്ലെ? നേരോ ഡൗൺ ചെയ്ത് കൊണ്ടുവരിക, എല്ലാം കൂടി ഈ കാലഘട്ടത്തെ മാച്ച് ചെയ്യുന്ന ആൾ ഇയാളാണോ, ഇയാള് റൊമാൻറ്റിക് റൈറ്റർ ആണല്ലോ, അല്ലെ? കോളറിച്ച് വിക്ടോറിയൻ അല്ല, അല്ലെ? റൂസോ ഇവിടെയുള്ള ആളല്ല, പോപ്പും ഇദ്ദേഹം ന്യൂ ക്ലാസിക്കൽ ഏജിലുള്ളതാണ്. ഡിക്കൻസിയെ പെർട്ടിക്കുലർലി കൺസിഡർ ചെയ്യുമ്പോൾ അത് വിക്ടോറിയൻ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂ ക്ലാസിക്കൽ എറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം അദ്ദേഹം ഏത് സമയത്താണ് ബിലോങ് ചെയ്യുന്നത്. സോ ആ ഒരു പെർട്ടിക്കുലർ ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആളുകൾ അങ്ങനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും, അല്ലേ? ഇനി now let's consider the answer is right, Dickensi. 13ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ബൈ വിച്ച് നെയിം ഡസ് ലാം റെഫർ ടു ഹിസ് സിസ്റ്റർ ഇൻ ഹിസ് എസ്സേസ്? ഇദ്ദേഹത്തിന്റെ എസ്സേസിൽ ഇദ്ദേഹം തന്റെ സിസ്റ്ററിനെ വിളിക്കുന്ന പേരെന്താണ്? എ മേരി, ബി ആലിസ്, സി ബ്രിജറ്റ്, ഡി ഡൊറോത്തി. യെസ്, നസിയ മുൻപ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺഫെഷൻസ് ഓഫ് ആൻ ഇംഗ്ലീഷ് മീറ്റർ. വെരി ഗുഡ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറയും, എന്താണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ? ബൈ വിച്ച് നെയിം ഡസ് ലാം റെഫർ ടു ഹിസ് സിസ്റ്റർ ഇൻ ഹിസ് എസ്സേസ്? എ മേരി. ഓക്കെ, മേരിയാണോ കറക്റ്റ് ആൻസർ? ദ റിയൽ ആൻസർ ഈസ് ബ്രിജറ്റ്. ഇദ്ദേഹത്തിന്റെ സിസ്റ്ററിനെ ആന്റ് ബ്രിജറ്റ് എന്ന് പല വർക്കുകളിലായിട്ട് ഇദ്ദേഹം ഡ്രീം ചിൽഡ്രൻ റവറി പോലെയുള്ള അതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള എസ്സേസിലും എലിയയിലൊക്കെ ഇദ്ദേഹം പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ട് ആൺ ബ്രിജറ്റ് എന്ന് പറഞ്ഞാണ്. അതായത് ഇദ്ദേഹത്തിന്റെ സിസ്റ്ററിനെയാണ് അവിടെയുള്ള കുട്ടികളുടെ മുന്നിൽ ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. ആൺ ബ്രിജറ്റ് ആണ് സിസ്റ്ററുടെ പേരെന്ന് പറയുന്നത്. And 14th question, which of the following books did Mary Wollstonecraft write and publish? അല്ലെ, ഞാൻ ഇവിടെ ഏതാനും ചില വർക്ക്സുകൾ പറഞ്ഞിട്ടുണ്ട്. മെൻസ് റൈറ്റ്സ്, ലൈഫ് ആസ് എ സെർഫ്, സി എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, ഡി ലൈഫ് ആസ് എ സ്റ്റേ അറ്റ് ഹോം മദർ. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് പ്രോപ്പർ ആൻസർ? Mary Wollstonecraft. Sorry, it looks like there is a slight spelling error in Wollstonecraft. It's Stone. അല്ലെ, വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ സ്പെല്ലിംഗ് അതാണ്. സോ പ്ലീസ് നോട്ട്. ഏതാണ് ആൻസർ? വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെ? ഫെമിനിസ്റ്റിക് റൈറ്റിങ്ങിലൊക്കെ വളരെ പിവോട്ടൽ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചിട്ടുള്ള പ്രധാന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. നമ്മൾ വിചാരിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും ഒരു പക്ഷേ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല, നമ്മളെ കുഴപ്പിക്കുമായിരിക്കും. പക്ഷേ ഏറെക്കുറെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതാണ്. കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, ആ ഒരു പോപ്പുലാരിറ്റി സെക്ഷൻ ഉണ്ട്. ആ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസും പ്രത്യേകം എംഫസൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതെ, എല്ലാവരും ആൻസർ പറയുന്നത് സിതാര, സാബിറ, APRR, Nasia, everyone is actually answering. It's C, a vindication of the rights of women. ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് ചാർട്ടർ തയ്യാറാക്കിയ പോലെയുള്ള ഒരു വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, വിച്ച് വാസ് ആക്ച്വലി കമ്പോസ്ഡ് ബൈ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. ദ സബ്ജക്ഷൻ ഓഫ് വിമൻ ഇസ് എ വർക്ക് ബൈ ഡാഷ്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വർക്കാണ്. ആര് എഴുതിയതാണ്? ഓക്കെ, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് എന്ന ആൻസർ വരുന്നു. എ, നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എ J.S. Mill, B J.S. Strauss, C Mary Wollstonecraft and D Mary Shelley. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ മേരി ഷെല്ലിയൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. ഗോത്തിക് റൈറ്റേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. യൂട്ടിലിറ്റേറിയൻ സ്പീക്കർ ആയിട്ടുള്ള J.S. Millനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ആൻസർ? ദ സബ്ജക്ഷൻ ഓഫ് വിമൻ. ഒരുപക്ഷെ ചില മേജർ റൈറ്റേഴ്സിന്റെ മേജർ വർക്ക്സ് നമുക്ക് നോക്കുമ്പോൾ ചില വർക്കുകളുടെ സ്വഭാവം വെച്ചിട്ട് അവർ എഴുതിയേക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന ചില വർക്ക്സുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റിന് ഉദാഹരണമാണിത്. ഇതിന്റെ ആൻസർ എന്താണ്? വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് സം റൈറ്റ് ആൻസേഴ്സ്. J.S. Mill. J.S. Millനെ നമ്മൾ പറയുമ്പോൾ തന്നെ ആരും തന്നെ നമുക്ക് യൂട്ടിലിറ്റേറിയൻസ് ആണ് ഓർമ്മ വരുന്നത്. സോ യൂട്ടിലിറ്റേറിയനിസം പറയുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഒരു മെയിൽ ആയതുകൊണ്ടും നമ്മുടെ ആ ഒരു വിക്ടോറിയൻ ചിന്താഗതി സ്വാഭാവികമായിട്ടും സ്ത്രീപക്ഷ വായന, സ്ത്രീപക്ഷ കാര്യങ്ങളൊക്കെ
അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ച് ഈവൻ മെൻഷൻ ചെയ്യുന്നത് പോലും അധികവും പുരുഷന്മാരാണ്, അല്ല സോറി, സ്ത്രീകളാണ് എന്നുള്ള ഒരു കോൺസെപ്ഷനാണ് നമ്മുടേത്. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഒരുപാട് മേജർ ഫെമിനിസ്റ്റിക് റൈറ്റിംഗ്സിന് ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടോ വലിയൊരു തുടക്കമായിട്ടോ ഒരു ഇമ്പറ്റസ് ആയിട്ടോ ഒരു സ്റ്റിമുലസ് ഒക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു സബ്ജക്ഷൻ ഓഫ് വിമൻ എന്ന് പറയുന്നത്. കുറെ സർക്കാസമുള്ള ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിരുന്നു ദ സബ്ജക്ഷൻ ഓഫ് വിമൻ. അത് ആരാണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ജെ.എസ്. മിൽ. ഓക്കെ, ആൻഡ് നൗ 16th. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ആൻസർ ഒക്കെ ഓൾറെഡി ഇറ്റ്സ് ലുക്സ് ലൈക്ക് ഐ എം ജസ്റ്റ് ഫീലിംഗ് ദി ബീൻസ് ഓൾറെഡി അല്ലേ? നമുക്ക് 16th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. An English exponent of utilitarianism. Remember, an English exponent of utilitarianism. Utilitarianism എന്ന് പറയുന്ന ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഒരു എക്സ്പെനന്റ്, ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു എക്സ്പെനന്റ്, അതിന്റെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആളാരാണ്? ദ ആൻസർ ഇസ് വെരി ഒബ്വിയസ് ആസ് ഡേ ലൈറ്റ് അല്ലേ? പകല് പോലെ വ്യക്തമാണ്. എ ടി എസ് എലിയറ്റ്, ബി ജി എം കെയ്നസ്, സി ജെ എസ് മിൽ, ഡി മിൽട്ടൺ ഫ്രീഡ്മാൻ. ആരാണ്? 4 ആൻസേഴ്സ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി എന്ന് നസിയ പറയുന്നു, സിതാര ഓപ്ഷൻ സി എന്ന് പറയുന്നു. Okay, we just discussed him right now. It's definitely J.S. Mill. Okay, and now 17th question. Mary dedicated her famous work, A Vindication of the Rights of Women, to whom? ഇത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ നമ്മൾ അധികം അങ്ങ് ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എ വില്യം ഗോഡ്വിൻ ആണോ, ബി എഡ്മണ്ട് ബർഗ് ആണോ, സി തോമസ് പെയിൻ ആണോ, അതോ ടേലിയർഡ് പെറിഗോഡ് ആണോ? എന്താണ് ആൻസർ? എന്താണ്? Can I get some responses please? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓൾറൈറ്റ്, എന്താണ് നിങ്ങളുടെ ആൻസർ? Can I get some responses? I'm not able to see your responses. നിങ്ങൾ കോമന്റ് ചെയ്യാത്തതുകൊണ്ട് അതോ എനിക്ക് കാണാത്തതുകൊണ്ടാണോ? I hope. Okay, looks like nobody's actually commenting right here. Yes, it's actually DM Trailiard and Perigord. ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അവരവരുടെ ഈ ഒരു വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Alright. And coming to 18th question. India passed into direct administration by the British government in dash. ഏത് വർഷമാണ്? ഏത് വർഷമാണ് ഇന്ത്യ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അഡ്മിനിസ്ട്രേഷൻ നേരിട്ടുള്ള ഭരണം ഏത് വർഷമാണ് പാസ് ചെയ്തിരിക്കുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏത് വർഷം മുതലാണ് നമ്മളെ നേരിട്ട് ഭരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? എ 1837, ബി 1867, സി 1858 ആൻഡ് ഡി 1903. വളരെ എളുപ്പമുള്ള ആൻസർ ആണ്. നസിയ പറയുന്നു എ, രശ്മി says that it's C. Okay, APR പറയുന്നു it's C. All right. Yes, I think that's it, which means the answer is definitely 1858. 1858 മുതലാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മളെ നേരിട്ട് ഭരിക്കുന്നത്. ഓൾറൈറ്റ്, ആ സമയത്താണ് ആ ഒരു ആക്ട് പാസ് ചെയ്യുന്നത്. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും. The Victorian era was followed by this era. Option A, Georgian, B, Edwardian, C, Caroline, D, Spencerian. നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഏജ് വരെ അവരുണ്ടാക്കിയല്ലേ. സ്പെൻസേറിയൻ എറ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. സ്പെൻസറിന്റെ കാലഘട്ടം സ്പെൻസേറിയൻ എറ ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയാം. പക്ഷെ അത് നമ്മൾ ഒരുപാട് ഉദ്ഘോഷിച്ചിട്ടുള്ള ഒരു കാലഘട്ടമൊന്നുമല്ല. ഇദ്ദേഹം ഒരുപാട് പോപ്പുലർ ആണെങ്കിൽ കൂടി എഡ്വാർഡിയൻ, ജോർജിയൻ, കാരോലിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു മൊണാർക്കിയുടെ ലേബലിൽ നമ്മൾ കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിക്ടോറിയൻ എറയ്ക്ക് ശേഷം വരുന്ന ആ ഒരു കാലഘട്ടം ആരുടേതായിരുന്നു? എ, ജോർജിയൻ എന്ന് പറയുന്ന സിതാര. What's the answer? It's actually Edwardian. 20. Dash is a term to refer to conflicting thoughts of Victorian era. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ
വിക്ടോറിയൻ എറയുടെ സമയത്തുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സിനെ പ്രൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സിനെ, അതായത് ഡൈവേഴ്സ് ആയിട്ടുള്ള തിങ്കിങ് ആണ് അല്ലെ. അവർക്കൊരു മൊറാലിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ അത് ആ ഒരു സമയത്ത് തന്നെ ഏകദേശം ഈ ഒരു ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള, സയന്റിഫിക് തോട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ്. സോ ഒരു സയൻസും റിലീജിയനും തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നിലനിൽക്കുന്ന ഒരു സമയമാണത്. അവരുടെ ആ ഒരു ട്രഡീഷണൽ ഒത്തന്റിക് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു വേ ഓഫ് തിങ്കിങ്ങും, അതുകൂടാതെ തന്നെ ഒരുപാട് മേജർ സോഷ്യൽ ഡിസ്കവറീസും ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസും, അതുപോലെ തന്നെ കൂടുതൽ സയന്റിഫിക് ആയിട്ടുള്ള ഇന്നോവേഷൻസും, അതുപോലെ തന്നെ ഇൻവെൻഷൻസും എല്ലാം ആളുകൾ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കുകയാണ്. ഗോഡ്, അതുപോലെ തന്നെ സയൻസ് പോലെയുള്ള പ്രധാന കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള മേജർ സ്പിരിച്വൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ അവർക്ക് റിലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു പോസിബിൾ ആൻസർ അന്വേഷിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ, ഈ റിലീജിയൻ അതുപോലെ തന്നെ ഈവൻ സയൻസ്. സോ ഈ ഒരു രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കണക്കിലെടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സ് നിലനിന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഏത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടേം ആണ് ഇതിനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എ വിക്ടോറിയൻ ഡിലമ്മ, ബി വിക്ടോറിയൻ മൊറാലിറ്റി, സി വിക്ടോറിയൻ സെൻസിബിലിറ്റി ആൻഡ് ഡി വിക്ടോറിയൻ ഡിസ്കംഫർട്ട്. ഇതിൽ ഒരുവിധം 3 ടേമുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. വിക്ടോറിയൻ ഡിലമ്മ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വിക്ടോറിയൻ മൊറാലിറ്റി എന്താണെന്ന് അറിയാം, അത് വലിയൊരു സെൻസ് ഓഫ് ഓണർ ആയിട്ട് നമ്മൾ കൊണ്ടു നടന്നിട്ടുള്ള ഒന്നായിരുന്നു. വിക്ടോറിയൻ സെൻസിബിലിറ്റി, നമ്മളെ സെൻസിബിലിറ്റീസിനെ കൺവിൻസ് ചെയ്യുന്ന വിക്ടോറിയൻ തോട്ട്സ് അല്ലെ, വിക്ടോറിയൻ സെൻസിബിലിറ്റി, വിക്ടോറിയൻ ഡിസ്കംഫർട്ട്. അത് കുറച്ച് അൺയൂഷ്വൽ നമുക്ക് തോന്നും. വിക്ടോറിയൻ ഡിലമ്മ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആൻസർ എന്താണ്? സിതാര സേസ് ഇറ്റ്സ് ഓപ്ഷൻ എ. എനി അതർ ആൻസേഴ്സ്? ഇറ്റ്സ് ഡെഫിനറ്റ്ലി വിക്ടോറിയൻ ഡിലമ്മ. നമ്മുടെ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് തോട്ട്സിനെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ടേം ആയിരുന്നു വിക്ടോറിയൻ ഡിലമ്മ എന്ന് പറയുന്നത്. ഇനി ആരാണ് സോഷ്യൽ ഡാർവിനിസം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഹു പ്രപ്പോസ് സോഷ്യൽ ഡാർവിനിസം? എ അഗസ്റ്റെ കോംതെ, ബി ജെഎസ് മിൽ, ജെയിംസ് സ്റ്റുവർട്ട് മിൽ, ഓർ സി ഹെർബർട്ട് സ്പെൻസർ, ഓർ ഡി ജോൺ മാസ്റ്റർ? ആരാണ്? നിങ്ങളുടെ ആൻസർ എന്താണ്? Can I get some responses, please? Okay, Sitara says it's C. All right. It's definitely C, Herbert Spencer. Herbert Spencer ആണ് സോഷ്യൽ ഡാർവിനിസം മുന്നോട്ട് വെച്ചത്. ആരാണ് ഡാർവിനിസം എന്തായിരുന്നു അറിയാമോ? ഈ പറഞ്ഞതുപോലെ വിക്ടോറിയൻ ഡിലമ്മയൊക്കെ വരാൻ കാരണമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഈ ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുകയാണ് കുരങ്ങുകളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സമയത്താണ് ആളുകൾക്ക് ആ ഒരു തിയറി ഓഫ് ഒറിജിൻ, അവർ ഇതുവരെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന റിലീജിയസ് എക്സ്പ്ലനേഷൻസ് ഒക്കെ അസ്ഥാനത്താവുമോ, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ സത്യമാണോ, ഇദ്ദേഹം പറയുന്നത് സത്യമാണോ, അതോ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വിശ്വാസങ്ങൾ തകരാൻ പോവുകയാണോ എന്നുള്ള തരത്തിലൊരു അവർക്ക് തന്നെ ഒരു ഡൗട്ട് അവരുടെ വിശ്വാസത്തിൽ വരികയും, അതേസമയം തന്നെ കുറച്ച് ഈ ഒരു സയൻസിനോട് ഒരു എതിരഭിപ്രായം ഫീൽ ചെയ്യുകയും, അതേസമയം അത് വിശ്വസിക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നടന്നിട്ടുള്ള ഒരു സമയമായിരുന്നു അല്ലെ ആ ഒരു ഡാർവിന്റെ തിയറീസ് വന്നിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഡാർവിനിസം അതിനുശേഷം പ്രപ്പോസ് ചെയ്യുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ് അല്ലെ. എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഈ ഡാർവിൻ തിയറി പ്രകാരം ഈ സോഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിന് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് വന്നത് എന്നുള്ളത് ഇദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. 22ാമത്, ഹു ഡിസ്കസ്ഡ് ഹൈ കൾച്ചർ ഇൻ ഹിസ് കൾച്ചർ ആൻഡ് അനാർക്കി. ആ ഒരു പെർട്ടിക്കുലർ ടേം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൾച്ചറൽ സ്റ്റഡീസ് ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു റിമാർക്കാണ്. ഇദ്ദേഹം ഹൈ കൾച്ചറിനെ കൊണ്ടുവന്നു എന്നുള്ളത് കാരണമായിട്ടാണ്. എന്തുകൊണ്ട് ഹൈ കൾച്ചർ എന്നുള്ളൊരു തോട്ട് ഇദ്ദേഹം ഇത്തരത്തിലൊരു തോട്ട് കൊണ്ടുവന്നപ്പോഴാണ് മറ്റ് റെയ്നോൾഡ്, അതുപോലെ തന്നെ റെയ്മണ്ട് വില്യംസും, അതുപോലെ തന്നെ സ്റ്റുവർട്ട് ഹാളും മറ്റുള്ള പോപ്പുലർ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ക്രിറ്റിക്സ് ഒക്കെ ഇത്തരത്തിൽ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന വലിയൊരു ശാഖ തന്നെ കൊണ്ടുവരുന്നത്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹു ഡിസ്കസ്ഡ് കൾച്ചർ, ഹൈ കൾച്ചർ വെരി സ്പെസിഫിക്കലി ഇൻ ഹിസ് കൾച്ചർ ആൻഡ് അനാർക്കി? കൾച്ചർ ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ വർക്ക് ആരാണ് എഴുതിയിരിക്കുന്നത്? എ റെയ്മണ്ട് വില്യംസ്, ബി ഐ റിച്ചാർഡ്സ്, സി മാത്യു ആർണോൾഡ് ആൻഡ് ഡി സ്റ്റുവർട്ട് ഹാൾ? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും എളുപ്പത്തിൽ എഴുതാൻ പറ്റും അല്ലെ, വളരെ ഈസിയാണ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി മാത്യു ആർണോൾഡ്. വെരി ഗുഡ്. ഓക്കെ, സിതാര, APR എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട് ആൻസർ. 23rd ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Which among the following work proposed that man is not a creation of God but a product of natural resources? ഇതിൽ ഏത് വർക്കാണ് പറയുന്നത് മാൻ ഒരിക്കലും ഗോഡിന്റെ ഒരു ക്രിയേഷൻ അല്ല, പക്ഷേ നാച്ചുറൽ റിസോഴ്സസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന്?
ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമോ? തീർച്ചയായും ചോദിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഓരോ മേജർ റൈറ്റേഴ്സിന്റെയും വർക്ക് പറയുമ്പോൾ പെർട്ടിക്കുലർലി സ്പെസിഫിക്കലി അത് ക്രിട്ടിക്കൽ വർക്ക് ഒക്കെ ആണെങ്കിൽ അതിലെ കോൺസെപ്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. അതിലെ തിയററ്റിക്കൽ പാർട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെ, അതിന്റെ പ്രപ്പോസിഷൻസ് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് അത് മുന്നോട്ട് വെക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സോ ഇത്തരത്തിലുള്ള പ്രധാന ക്രിട്ടിക്കൽ വർക്ക്സുകളിൽ അവർ പ്രത്യേകമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുലേറ്റ്സ് ആണ്, ഇത്തരത്തിലുള്ള തിയററ്റിക്കൽ നോളജ് ആണ് പലപ്പോഴും ക്വസ്റ്റ്യൻ രൂപത്തിൽ വരാറുള്ളത്, പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ടെക്സ്റ്റിന്റെ ഭാഗത്ത് നിന്നൊക്കെ. സോ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണിത്. മാൻ ഈസ് നോട്ട് എ ക്രിയേഷൻ ഓഫ് ഗോഡ് ബട്ട് എ പ്രോഡക്റ്റ് ഓഫ് നേച്ചർ റിസോഴ്സസ്. നേച്ചുറൽ റിസോഴ്സസിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് മാൻ, അല്ലാതെ ദൈവത്തിന്റെ ക്രിയേഷൻ അല്ല എന്ന് ഏത് വർക്കിലാണ് പറയുന്നത്? എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ, ബി ഒറിജിൻ ഓഫ് സ്പീഷീസ്, സി ഫീമെയിൽ ക്വിഹോത്തെ, ഡി ആന്റിക്വിറ്റി. സിത്താര പറയുന്നു ഇറ്റ്സ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. നസിയ സേസ് ഇറ്റ്സ് ബി. Alright, then the answer is female Quixote. Alright, നമ്മൾ അതാണ് പറഞ്ഞത്, നമുക്ക് കൺഫ്യൂസ് ചെയ്യിക്കും. ഒറിജിനൽ സ്പീഷീസുമായിട്ട് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. ബട്ട് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി എ കോട്ട് ഫ്രം ഫീമെയിൽ Quixote, the work. ഇനി ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡന്റിഫൈ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അതായത് 4 ഓപ്ഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്ന മറ്റൊരു ഫോർമാറ്റ് ആണ്. അതായത് 4 ഓപ്ഷൻസ് ആദ്യമേ തന്നിട്ടുണ്ടാവും. പിന്നീട് അതിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുക പ്രോപ്പർ ആൻസർ എന്താണെന്ന്. സോ ഫസ്റ്റ് വൺ പറയുന്നത് ദ കൊമേഴ്ഷ്യൽ ഗ്ലോറി വാസ് റിഫ്ലക്റ്റഡ് ബൈ ദ ഗ്രേറ്റ് എക്സിബിറ്റ്. അന്നുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു 1851. അന്നത്തെ അവരുടെ ഒരു കൊമേഴ്ഷ്യൽ ഗ്ലോറി ഈ ഒരു ഗ്രേറ്റ് എക്സിബിഷനിലൂടെ, ഗ്രേറ്റ് എക്സിബിറ്റിലൂടെ അവർ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിക്ടോറിയൻ ഏജിന്റെ കൊമേഴ്ഷ്യൽ ഗ്ലോറി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എനർജൈസ് ദ എറ. ആ ഒരു എറയെ എനർജൈസ് ചെയ്യുന്നത് ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. മൂന്നാമതായിട്ട് ദ എഡ്യൂക്കേഷൻ ആക്ട് ക്രിയേറ്റഡ് എ ന്യൂ റീഡിംഗ് പബ്ലിക്. അല്ലെ, റീഡിംഗ് ഒക്കെ കുറച്ച് പോപ്പുലർ ആയിട്ട് വരുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ ആക്ടിന്റെ അവർ പാസ് ചെയ്യുമ്പോഴാണ്, അല്ലെ. ആൻഡ് ഫോർത്ത് വൺ ദ ഡിക്ലൈനിങ് കോഴ്സ് ഓഫ് പബ്ലിഷിംഗ് ആൻഡ് പ്രിന്റിംഗ് ലെഡ് ടു ദ റൈസ് ഓഫ് പീരിയോഡിക്കൽസ് ആൻഡ് മാഗസിൻസ്. അന്നുണ്ടായിരുന്ന ആ ഒരു പബ്ലിഷിങ്ങിന്റെയും പ്രിന്റിങ്ങിന്റെയും ഒക്കെ ഒരു അധിനിവേശ കാരണമായിട്ട് പീരിയോഡിക്കൽസിന്റെയും മാഗസിൻസിന്റെയും ഒക്കെ ആ ഒരു കോസ്റ്റ് കാര്യമായിട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. സോ എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഓരോ സെറ്റിന്റെ ഓരോ പെർട്ടിക്കുലർ യൂണിറ്റിലും ഓരോ പെർട്ടിക്കുലർ റൈറ്റേഴ്സിനെ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഓരോ ഏജിനെ പറയുന്നുണ്ട്. അല്ല, വിക്ടോറിയൻ ആണെങ്കിലും റൊമാൻറ്റിക് ആണെങ്കിലും ജോർജിയൻ എറ ആണെങ്കിലും ഓരോ പെർട്ടിക്കുലർ ഏജിനെ പറയുന്നുണ്ട്. സോ അവരുടെ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുകൾ കൂടി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സമയത്ത് ഗ്രേറ്റ് എക്സിബിറ്റ് നടന്നു എന്നുള്ളതും അതുകൂടാതെ മറ്റ് എന്തെല്ലാം പോപ്പുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിക്ടോറിയൻ എറയെ ഈ രൂപത്തിൽ ഷേപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളൊരു ഡിസ്കഷനും കൂടിയാണ്. അതാണ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ അത് മനസ്സിലായാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് അത്തരം ഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണിത്, അല്ലെ. വിക്ടോറിയൻ എറയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്, റൊമാൻറ്റിക് അതുപോലെ തന്നെ ന്യൂ ക്ലാസിക്കൽ ഏജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാറുണ്ട്, മോഡേണിസം പോസ്റ്റ് മോഡേണിസം എല്ലാം ചോദിക്കാറുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും പാസ്റ്റീഷ്യ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡേണിസത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രീം ഓഫ് കോൺഷ്യസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മളൊരു പക്ഷേ ചോദിക്കാൻ സാധ്യതയില്ല, ഇതൊരു ഏജ് വൈസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് സാധ്യത കുറവാണ് എന്ന് ഇഗ്നോർ ചെയ്യാൻ ചാൻസ് ഉള്ള അത്തരത്തിലുള്ള ഏരിയാസിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. സോ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും അതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പും ബാക്ക്ഗ്രൗണ്ടും എല്ലാം പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുക. ആ സമയത്ത് വരുന്ന പ്രധാന ഇവന്റ്സിനെ മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഓൺലി 1, 2 and 3 ആണോ? ബി ഓൺലി 2, 3 and 4 ആണോ? സി ഓൾ ഓഫ് ദ എബവ് ആണോ? ഓർ ഡി നൺ ഓഫ് ദ എബവ് ആണോ? Can I get some responses, please? I'm not sure whether you're able to see me or not because I can't see myself. Okay. Alright. ഏതാണ് ആൻസർ? എന്താണ് പറയുന്നത്? സോ രശ്മി പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി 24th എ എന്നാണ് പറയുന്നത്. സിതാര സീസ് ഇറ്റ് സി. ഓക്കെ, ദ ആൻസർ ഈസ് സി. ഇതെല്ലാം നടക്കുന്ന ഒരു സമയമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് എക്സിബിറ്റ് നടന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് പ്രിന്റിംഗ് ഒക്കെ കാസ്റ്റിന് ശേഷം തന്നെ ഈ പ്രിന്റിംഗ് ഒക്കെ ഒരുപാട് പോപ്പുലറായി, അല്ലേ. പ്രത്യേകിച്ച് പീരിയോഡിക്കൽസ് മാഗസിൻസ് ഒക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ഒരുപാട് ക്ലബ്സുകളും കോഫി ഹൗസസുകളും ഒക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു സമയത്ത് ഒരുപാട് ജേർണൽസും മാഗസിൻസും ഇറങ്ങിയിട്ടുണ്ട്. സോ പ്രിന്റിങ്ങും പബ്ലിഷിംഗും ഒക്കെ ഒരുപാട് പോപ്പുലർ ആയപ്പോൾ ആളുകൾക്ക് മാഗസിൻസും ജേർണൽസും ഒക്കെ ഒരുപാട് ചീപ്പറായിട്ട് കിട്ടി എന്നുള്ളതും
അതുകൂടാതെ ഒരു ന്യൂ റീഡിംഗ് പബ്ലിക് അത് മുഖേനയും കൂടാതെ എഡ്യൂക്കേഷൻ ആക്ട് മുഖേനയും വന്നു എന്നുള്ളതും പിന്നെ ഒറിജിനൽ സ്പീഷീസ് കുറച്ചുകൂടി കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിക്ടോറിയൻ ഡിലമ്മ അവർക്ക് സമ്മാനിച്ചു എന്നുള്ളതും ആ ഒരു ഗ്രേറ്റ് എക്സിബിറ്റ് ആ ഒരു വിക്ടോറിയൻ ഏജിലെ കൊമേഴ്ഷ്യൽ ഗ്ലോറി റിഫ്ലക്ട് ചെയ്തു എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് അടയാളമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, സോ ആൻഡ് ദാറ്റ്സ് വൈ ദ ആൻസർ ഈസ് all of the above. And now let's consider the question 25th question. Identify which one of these Tennyson's poems is not a dramatic monologue. ടെന്നിസന്റെ പോയത്തിൽ ഡ്രമാറ്റിക് മോണലോഗ് അല്ലാത്ത ഒരു ക്വസ്റ്റ്യന് ഒരു വർക്ക് ഏതാണെന്ന് മനസ്സിലാക്കുക. ഇതിലേതാണ് ഡ്രമാറ്റിക് മോണലോഗ് അല്ലാത്തത്? ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഡ്രമാറ്റിക് മോണലോഗ്സ് ആണ്. നിങ്ങൾക്കറിയാമായിരിക്കും എന്താണ് ഡ്രമാറ്റിക് മോണലോഗ്സ്. എന്താണ് ഡ്രമാറ്റിക് മോണലോഗ്സ്? Can I get some answers in the chat box, please? നിങ്ങൾക്കറിയാം ഡ്രമാറ്റിക് മോണലോഗ്സിന്റെ ഈ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു സ്പീക്കറെ ഉണ്ടാവുകയുള്ളൂ. ഇദ്ദേഹം ഒരുപാട് ഡ്രമാറ്റിക്കലി സംസാരിക്കുകയായിരിക്കും. അതായത് കൂടുതൽ ഇമോഷൻസിനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തരത്തിൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള മോണലോഗ്സ് ആയിരിക്കും. ഒരാൾ മാത്രമായിരിക്കും സംസാരിക്കുക. ആൻഡ് ദർ വിൽ ബി എ സൈലന്റ് ലിസണർ. മറ്റുള്ള അവിടെയുള്ള മറ്റ് പാർട്ടിസിപ്പൻസിന്റെയോ അല്ലെങ്കിൽ മറ്റ് മെമ്പേഴ്സിന്റെയോ ഒക്കെ അവരുടെ ഈ ഒരു റെസ്പോൺസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ തന്നെ സംസാരത്തിലൂടെയാണ് ആളുകൾ മനസ്സിലാക്കുക. മറ്റൊരാൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും റെസ്പോൺസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതെ സൈലന്റ് ലിസണർ ഉണ്ടാവും. അതായത് സൈലന്റ് ലിസണർ ഇദ്ദേഹം പറഞ്ഞതിന് എന്തെങ്കിലും പ്രതികരിച്ചാൽ തന്നെയും സൈലന്റ് ലിസണർ ഒരിക്കലും സംസാരിച്ച് ഞാനിത് പറഞ്ഞു എന്ന് തുറന്ന് പറയില്ല. പകരം സൈലന്റ് ലിസണർ എന്ത് പറഞ്ഞു എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ മുൻപുള്ള കോമന്റ്സ് എന്തായിരുന്നു അല്ലെങ്കിൽ മറ്റ് കോമന്റുകൾ എന്തായിരുന്നു എന്നുള്ളത് ഈ മെയിൻ സ്പീക്കറിന്റെ വായിൽ നിന്നുകൂടെ അദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. സോ അവിടെ ഒരേ ഒരു സ്പീക്കറേ ഉള്ളൂ. ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു മോണലോഗ് നടത്തുന്ന ഈ ഒരാളുടെ ഈ ഒരു സംസാരത്തിൽ നിന്നാണ് മനസ്സിലാക്കുക. നിങ്ങൾ ലബോറട്ടറി ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എലിസബത്ത് ബാര ബ്രൗണിങ്സ് അവർ റോബർട്ട് ബ്രൗണിങ്ങും അതുപോലെ തന്നെ എലിസബത്ത് ബാര ബ്രൗണിങ്ങിന്റെ ഒക്കെ അവരുടെയൊക്കെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവർ ലബോറട്ടറി എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ ഒരു സ്ത്രീ തന്റെ ഹസ്ബൻഡിന്റെ കാമുകിമാരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത്. കൂടുതൽ ആയിട്ടുള്ള പോയിസൺ ആഡ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇത് മതിയാവില്ല, അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇവരിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അല്ലെ. അതുകൂടാതെ തന്നെ നിങ്ങൾക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഉണ്ടായിരുന്നു, മൈ ലാസ്റ്റ് സ്റ്റിച്ചസ്. മൈ ലാസ്റ്റ് സ്റ്റിച്ചസിൽ എന്താണ് പറയുന്നത്? മൈ ലാസ്റ്റ് സ്റ്റിച്ചസിൽ അല്ലെ, poet other than the speaker speaks to the imaginary audience, of course. Yes, poet other than the speaker speaks to the imaginary audience. So ഇതിലൂടെ ഈ പോയിന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു മോണലോഗിലൂടെ നമുക്ക് എന്താണ് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്? ഇത് യഥാർത്ഥത്തിൽ ചെറിയൊരു സർക്കാസമാണ് അല്ലെ, ചെറിയൊരു ഐറോണിക്കൽ വേ ഓഫ് പ്രസന്റിങ് ദ സ്പീക്കേഴ്സ് ക്യാരക്ടർ. അതായത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഇദ്ദേഹം എങ്ങനെയുള്ള ഒരാളാണെന്ന് ഇദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതാണ് ലാസ്റ്റ് സ്റ്റിച്ചിൽ സംഭവിക്കുന്നത്. ഇദ്ദേഹം എത്ര പോംപസ് ആയിട്ടുള്ള വളരെ മിസോഗനിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഡ്രമാറ്റിക് മോണലോഗിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ദാറ്റ് വാസ് മൈ ലാസ്റ്റ് സ്റ്റിച്ചസ് പെയിന്റഡ് ഓൺ ദ വാൾ ആൻഡ് ഓൾ സ്മൈൽസ് സ്റ്റോപ്പ് ടുഗദർ എന്നൊക്കെ പറയാനുള്ള ലൈൻസ് ഉണ്ട്. ആൻഡ് യെസ്, സോ ഇവിടെ ചോദിക്കുന്നത് ടെന്നിസന്റെ പോയത്തിൽ ഇതിൽ ഏതാണ് ഡ്രമാറ്റിക് മോണലോഗ് അല്ലാത്തത് എന്നുള്ളതാണ്. ടിത്താനസ് ഉണ്ട്, മെറിയാന ഉണ്ട്, ത്രീ യുലീസസ് ആൻഡ് ദി സെയിന്റ് സിമിയൻ സ്റ്റാലറ്റ്സ്. ഇതിൽ ഏതാണ് പ്രോപ്പർ ആൻസർ? Sitara says it's B and Rashmi R says it's Sitara says it's D and Rashmi says it's B. Okay. No, the answer is B. Alright, it's Mariana. Kind of Ulysses dramatic monologue and Titanus dramatic monologue and Saint Simeon Stalates. It's also a dramatic monologue. Okay. And let's get to know the 26th question. Ulysses. Okay. Is it dramatic monologue by? Well, നമ്മൾ ക്വസ്റ്റ്യൻ രണ്ടും തിരിച്ചു മറിച്ചു കിട്ടും അല്ലേ. പക്ഷേ ദിസ് വാസ് ഓൾസോ എ ക്വസ്റ്റ്യൻ. ഇതും മറ്റൊരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഐ വിൽ ഡെഫിനറ്റ്ലി ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ജസ്റ്റ് ആഡിങ് മോർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ടൈം. Ulysses is a dramatic monologue by ആരാണ് എഴുതിയിട്ടുള്ളത്? വെരി ഈസി. നമ്മൾ അതിന്റെ ഒരു മറച്ചിട്ടൊരു വേർഷൻ ഇതിനു മുമ്പ് നേരെ തല തിരിച്ചിട്ടുള്ള ഒരു വേർഷൻ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു. എ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ ആണോ, ബി മാത്യു ആർണോൾഡ് ആണോ, സി റോബർട്ട് ബ്രൗണിംഗ് ആണോ, ഓർ ഡി ജെയിംസ് ജോയ്സ്? Pretty evident. റോബർട്ട് ബ്രൗണിംഗ് ആണോ യുലീസസ്? ഈ ഒരു മോണലോഗ് എഴുതിയത് റോബർട്ട് ബ്രൗണിംഗ് ആണോ? ബ്രൗണിങ്ങിന്റെ മോണലോഗ് അല്ലല്ലോ ഇത്. ഇറ്റ്സ് ആക്ച്വലി ഡെഫിനറ്റ്ലി ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ടെന്നിസന്റെ പോയത്തിൽ പെട്ടിട്ടുള്ള ഈ വർക്കുകളിൽ ഡ്രമാറ്റിക് മോണലോഗ് അല്ലാത്തത് ഏതാണെന്ന് അല്ലെ. യുലീസസ് ഒരു ഡ്രമാറ്റിക് മോണലോഗ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ടെലിമാക്കസിനെ ഒക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് യുലീസസ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് അഡ്വഞ്ചറിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു ജേർണിയെ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട് അല്ലേ. And not to yield അല്ലെ.
ടു സ്ട്രൈക്ക് ആൻഡ് ടു സീക്ക് ആൻഡ് നോട്ട് ടു yield എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ലൈൻസ് യുലീസസിൽ നിന്നുള്ളതാണ്. അതൊരു ഡ്രമാറ്റിക് മോണോലോഗാണ് വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി റിട്ടൺ ബൈ ആൽഫ്രഡ് ലോർഡ് ടെനിസൺ, നോട്ട് റോബർട്ട് ബ്രൗണിംഗ്. Okay, now coming to the 27th question. Dash is the innocent 14 years old heroine of Pippa Passes. അല്ലെ, പിപ്പ പാസസ് എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള വർക്കിലെ 14 വയസ്സുള്ള ഇന്നസെന്റ് ഓൾഡ് ഹീറോയിൻ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം വളരെ ഈസിയാണ്. ഫിലിപ്പ, ബി എംബറക്കൽ ആൻഡ് സി തെർസിയസ് ആൻഡ് ഡി എലിസബത്ത്. ആരാണ്? ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെറ്റിന് ചോദിക്കുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് പറയാം ഒരു 70-80% ക്വസ്റ്റ്യൻസും ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യേണ്ട, ഹൈലൈറ്റ് ചെയ്യേണ്ട പ്രധാന വർക്കുകളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ എപ്പോഴും പറയും ആ ഒരു റാങ്ക് പട്ടികയിൽ കയറുക എന്നുള്ളത് എപ്പോഴും എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്ന ആളുകൾക്കുള്ള ഒരു റിവാർഡ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ മൈനർ വർക്ക്സുകളിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. Okay, all right. So what's the answer? A or B or C or D? What's your response? Can I get some responses, please? Okay, no response. Yes, it's actually Philippa. ഫിലിപ്പയായിരുന്നു. ഫിലിപ്പയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന 14 വയസ്സുള്ള ഇന്നസെന്റ് ഓൾഡ് ഹീറോയിൻ. പ്രധാന ക്യാരക്ടേഴ്സിനെ അറിഞ്ഞിരിക്കുക, പ്രധാന കോഡ്സ് അറിഞ്ഞിരിക്കുക, മേജർ നോവൽസിന്റെ സ്റ്റാർട്ടിംഗ് ലൈൻസും എൻഡിങ് ലൈൻസും നോട്ട് ചെയ്ത് വെക്കുക. ഓൾറൈറ്റ്. ഉദാഹരണത്തിന് നമ്മൾ മോബിഡിക് ഒക്കെ പറയുമ്പോൾ മോബിഡിക്കിൽ പറയുന്ന ഫസ്റ്റ് ലൈനൊക്കെ ഉണ്ട്, കോൾ മീ ഇഷ്മയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെ. അതുപോലെ തന്നെ ചാൾസ് ഡിക്കൻസിന്റെ വർക്ക് എടുക്കുകയാണെങ്കിൽ happy families are all alike, but every unhappy family is unhappy in its own way എന്ന് പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു തുടക്കം. ചില പെർട്ടിക്കുലർ നോവൽസിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരത്തിലുള്ള ഓരോ നോവൽസിന്റെ, പ്രത്യേകിച്ച് മേജർ നോവൽസ് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈൻസിന്റെ പോപ്പുലാരിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. അത് ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ലൈൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തായാലും അത് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ സ്റ്റാർട്ടിംഗ് ലൈൻ ആൻഡ് എൻഡിംഗ് ലൈൻ ശ്രദ്ധിക്കുക മേജർ നോവൽസിന്റെ. കൂടാതെ മേജർ നോവൽ എന്ന് പറയുന്നത് എല്ലാ നോവൽസും അല്ല. അതായത് നിങ്ങൾക്കറിയാം ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, അതായത് പ്ലേ റൈറ്റ്സ് ഉണ്ട്, നോവലിസ്റ്റുകൾ ഉണ്ട് എന്ന് എഴുതി ഇദ്ദേഹത്തിന്റെ ചാൾസ് ഡിക്കൻസിന്റെ എല്ലാ നോവൽസിന്റെയും മേജർ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. പക്ഷേ നിങ്ങൾക്കറിയാം ഏതൊരു വർക്ക് പഠിക്കുമ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾ സമ്മറൈസ്ഡ് വേർഷൻ അന്വേഷിച്ച് പഠിക്കുമ്പോൾ, അല്ലെ, ഏതൊരു വർക്ക് നമ്മൾ സമ്മറി നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെ വരില്ല. പക്ഷേ പ്രധാനമായിട്ടും ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള അതിന്റെ കഥ, കോണ്ടെക്സ്റ്റ്, പ്ലോട്ട് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, പ്രധാന ക്യാരക്ടേഴ്സ്, പ്രധാന കോഡ്സ് എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. സോ ഈ ഒരു കാര്യത്തിന്റെ ഗതിയൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് ലൈനോ എൻഡിംഗ് ലൈനോ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള വർക്ക്സുകളുടെ പ്രധാന സ്റ്റാർട്ടിംഗ് ലൈനും എൻഡിംഗ് ലൈനൊക്കെ കൊണ്ടുവരിക. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതുപോലെ ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ്, കൂടാതെ മോബിഡിക്, അല്ലെ, അതുപോലെ തന്നെ വിതറിംഗ് ഹൈറ്റ്സിന്റെ അവസാനത്തെ ലൈൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 28th question. Who called Arnold as an academic? ആർണോൾഡിനെ, മാത്യു ആർണോൾഡിനെ ഒരു അക്കാഡമിക് എന്ന് ആരാണ് വിളിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. എ എലിയറ്റ്, ബി എഡിറ്റ് സിറ്റ്വെൽ, സി ഡ്രൈഡൻ ആൻഡ് ഡി ബ്രൗണിംഗ്. ആരാണ്? What's your answer? So here comes certain answers. I guess I just didn't miss anything. Yeah. Okay. All right. Can I get some responses, please? Okay. Can I get some responses, please? Okay, looks like nobody have any responses. So, yes. ഇത് കുറച്ച് മുൻപ് അയച്ചിട്ടുള്ളതാണല്ലേ. എലിയറ്റ് ആണ്, ടി എസ് എലിയറ്റ് ആണ് മാത്യു ആർണോൾഡിനെ ഒരു അക്കാഡമിക് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ ഒരു ഹൈ കൾച്ചർ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒന്നായിരുന്നു. അതായത് കൾച്ചർ ഇൻ അനാർക്കിയിൽ ഇദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് കൾച്ചർ വളരെ വലിയൊരു ഡിഫൈനിങ് എലമെന്റ് ആയിട്ട് മാറുന്നതെന്ന്. ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ തോട്ട്സ് വന്നതോടുകൂടി എന്താണ് ഹൈ കൾച്ചർ, എന്താണ് ലോ കൾച്ചർ എന്നുള്ളൊരു തോട്ട് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ശാഖ വരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നത്. എലിയറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള കണ്ടംപററീസിനെയും ഒരുപാട് ഇത്തരത്തിലുള്ള പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സിനെയും വളരെ ക്രൂഷ്യൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ്.
സോ എലീറ്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്പെസിഫിക്കലി ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ റൈറ്റേഴ്സിനെ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർ നോളജ് ഇദ്ദേഹം തന്നെ പല വർക്കുകളിലും യൂസ് ചെയ്തിരിക്കുന്നത്, സ്പെസിഫിക്കലി ട്രഡീഷണൽ ഇൻഡിവിജ്വൽ ടാലന്റ് പോലെയുള്ള, അല്ലെ? അതിനോട് തന്നെ ഇദ്ദേഹം ഒരു അക്കാഡമിക് ആണെന്ന് വിളിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, എലീറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരായിരുന്നു ടോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസോൺ എന്ന മറ്റൊരു ടൈറ്റിലും എലിയറ്റിന് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബേസ് ലൈനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഓർമ്മ. ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 29 question. William Morris' poem Haystack in the Flood is a poem that reflects the dash. വില്യം മോറിസിന്റെ പോം ആയിട്ടുള്ള ഹേസ്റ്റാക്ക് ഇൻ ദ ഫ്ലഡ് എന്ന് പറയുന്നത് എന്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന പോമാണ്? A. English German problems. B. English Indian mutiny. C. French English rivalry. D. Austrian French pact. ഇതിൽ ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എന്തിനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഹേസ്റ്റാക്ക് ഇൻ ദ ഫ്ലഡ്സ് എന്ന് പറയുന്ന വില്യം മോറിസിന്റെ പോം റിഫ്ലക്ട് ചെയ്യുന്നത്? എന്ത് ഡിസ്കഷൻ ആയിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്? Can I get some responses? Yes. A ആണോ? So Sitara says it's A. അതോ previous question answer ആണോ? I'm not sure whether you were a little bit late or whether I'm a little bit late. So the answer is French English rivalry. ഫ്രഞ്ച് ഇംഗ്ലീഷ് റൈവലറിയെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു ഹേസ്റ്റാക്ക് ഇൻ ദ ഫ്ലഡ് എന്ന് പറയുന്ന പോയത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, and now 13th, the journal published by pre-Raphaelite Brotherhood was called, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. What's the answer? The journal published by pre-Raphaelite Brotherhood was called dash, first one the germ, B germinals, C immortals, okay, D immortals ആണ് accidentally ഞാൻ സെയിം ആയിട്ടുള്ള ഒരു കോമന്റ് കൊടുത്തു. So let's consider these three options. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ? വാട്ട്സ് ദ റൈറ്റ് ആൻസർ? വാട്ട്സ് യുവർ ആൻസർ? പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യമാണ് അവരുടെ ഈ ഒരു കൊളാബറേറ്റഡ് ആയിട്ടുള്ള ഒരു മാഗസിൻ, ഈ ഒരു ജേർണൽ എന്ന് പറയുന്നത്. അവർ കൊളാബറേറ്റ് ചെയ്ത് പ്രധാന റാഫ്ലൈറ്റ് ബ്രദർഹുഡിൽ വരുന്ന പ്രധാന റൈറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ഡി ജി റോസറ്റി എഴുതിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി A, the germ. മറക്കരുത്, the germ ആണ്. Okay, the germ, which means the seed എന്ന് പറയുന്ന അർത്ഥം വരുന്ന germ. Okay. Alright. And now let's discuss the next question. 31. Alright. Which PRB poet speaks of the subjects of his poem who leaned out from the golden bar of heaven? ഇത് നിങ്ങൾക്ക് തീർച്ചയായും ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെ? ആ ഒരു ഹെവനിലുള്ള ഗോൾഡൻ ബാറിൽ നിന്ന് പുറത്തേക്ക് ലീൻ ചെയ്ത് നോക്കുന്ന സ്പീക്കറുള്ള PRB പോയറ്റിലെ പ്രധാനപ്പെട്ട പോയറ്റ് ഏതാണ്? ആ ഒരു പെർട്ടിക്കുലർ പോയറ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഹെവനിലുള്ള ഗോൾഡൻ ബാസിൽ നിന്ന് പുറത്തേക്ക് എത്തി നോക്കുകയാണ്, തന്റെ ലവർ എപ്പോഴാണ് തന്നെ ജോയിൻ ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട്, അല്ലെ? സോ ആ ഒരു പെർട്ടിക്കുലർ പോയറ്റിൽ ഏത് PRB പോയറ്റ് ആണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? എ ഡി ജി റോസറ്റി ആണോ, ബി വില്യം മോറിസ് ആണോ, സി എ സി സ്വിൻബേർനെ ആണോ, ഓ ഡി തോമസ് വൂൾനർ ആണോ? 4 ഓപ്ഷൻസ് ഉണ്ട്, and you really know the answer. What's the answer? It's very easy. ഏത് വർക്കിലാണ് നിങ്ങൾ ബ്ലസ്ഡ് ഡാംസൽ പഠിച്ചിട്ടുള്ളത്? ആരുടെ വർക്കായിരുന്നു ബ്ലസ്ഡ് ഡാംസൽ? And you know the real answer is, as I'm just not getting any responses, let me just directly get into the answer. Blessed Damsel, just like I told you before, which was actually written by D.G. Rossetti. D.G. Rossetti ആയിരുന്നു ആ ഒരു വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ് ഇത്, അല്ലെ? യെസ്. ഇനി D.G. Rossettiയുടെ വെരി ഗുഡ് രശ്മി ആൻഡ് സിതാര, ആൻഡ് D.G. Rossettiയുടെ റെസ്പോൺസ് ടു റോബർട്ട് ബുച്ച്നാൻസ് എസ്സേ ദ ഫ്ലഷ്ലി സ്കൂൾ ഓഫ് ഡാഷ്, അല്ലെ? ഈ ഫ്ലഷ്ലി സ്കൂൾ ഓഫ് എന്ന് പറയുന്ന, sorry, I think I just lost half of the word work. I'm unable to remember that, so please pardon me. I will definitely just help you in regard to this. So D.G. Rossettiയുടെ റോബർട്ട് ബുച്ച്നന്റെ പോപ്പുലർ എസ്സേക്കുള്ള ഇദ്ദേഹത്തിന്റെ ഒരു മറുപടി ഏത് വർക്കിലൂടെയായിരുന്നു? The Stealthy School of Criticism, or B, The Exotic of Poetry, or C, The Raphaelite Movement, The Romantic School of Poetry. റോബർട്ട് ബുച്ച്നന്റെ പോപ്പുലർ എസ്സേക്ക് ഇദ്ദേഹത്തിന്റെ പ്രോപ്പർ റെസ്പോൺസ് ഏത് വർക്കിലൂടെയായിരുന്നു? അല്ലെ, അന്ന് ഒരുപാട് പാംഫ്ലെറ്റ് വാർസുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണെന്ന് കൂടെ ഓർത്ത് വെക്കുക.
ഏതായിരുന്നു? Anyone got any comments? Anyone? I'm unable to see your responses. Rashmi says it's 31A. Okay. I think Fleshly School of Poetry കുറിച്ചാണ് അവർ ഡിബേറ്റ് ഈ ഒരു വാസ് നടന്നിട്ടുണ്ടായിരുന്നത് ബിക്കോസ് DG Rossetti was essentially a poet and a painter. So I think the rest of the word is definitely the Fleshly School of Poetry. ആ ഒരു ഫ്ലഷ്ലി സ്കൂൾ ഓഫ് പോയട്രി ആണെന്നാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് റോബർട്ട് ബിച്ച്നന്റെ. സോ അതിന് ഒരു കൗണ്ടർ വർക്കായിട്ടാണ് DG റോസറ്റി തൻ്റെ ഈ ഒരു വർക്ക് കൊണ്ടുവരുന്നത്. എ ആണോ ബി ആണോ സി ആണോ അതുപോലെ തന്നെ ഡി ആണോ? ദ ഫ്ലഷ്ലി സ്കൂൾ, അതായത് അവർ ഒരുപാട് ഈ ഒരു ഫ്ലഷ്ലി ആസ്പെക്ട്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകി എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് അവരുടെ പോയത്തിലൊക്കെ ഫ്ലഷ്ലി ആയിട്ടുള്ള തോട്ട്സുകൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. സെൻഷ്യസ് ആയിട്ടുള്ള അപ്പീലിംഗ് ആയിട്ടുള്ള ഒരുപാട് സെൻഷ്യസ് അപ്പീലിംഗ് ഒരുപാട് നടത്തിയിട്ടുണ്ടെന്ന് ആർഗ്യൂ ചെയ്തുകൊണ്ടായിരുന്നു റോബർട്ട് ബിച്ച്നൻസിന്റെ എസ്സേ വരുന്നത്. അതിനൊരു റെസ്പോൺസ് ആയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു വർക്ക് കൊണ്ടുവരുന്നത്. സോ രശ്മി സേസ് ഇറ്റ്സ് എ ആൻഡ് Sitara says it's D. So let's consider the answer. It's the stealthy school of criticism. ഇദ്ദേഹത്തിനെതിരെയുള്ള ഒരു ക്രൂഷ്യൽ കോമന്റ് ആൻഡ് റിമാർക്ക് ആയിട്ട് ഇദ്ദേഹം DG റോസറ്റി കൊണ്ടുവന്നിട്ടുള്ള വർക്ക് ആയിരുന്നു ദി സ്റ്റെൽത്തി സ്കൂൾ ഓഫ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, യെസ്. സോ ഇന്ന് നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം പ്രീവിയസ് ഇയർ മുമ്പ് വന്നിട്ടുള്ളതാണ് അല്ലെ, മുൻപത്തെ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദിച്ചിട്ടുള്ള പ്രധാന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ഒരു പാറ്റേൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു 95% അല്ലെ. പിന്നെ മൈനർ റൈറ്റേഴ്സിന്റെ, പ്രത്യേകിച്ച് വില്യം ഹാസ്ലിറ്റിന്റെ അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറിന്റെ ഒക്കെ സോഷ്യൽ ഡാമിനിസം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരുപക്ഷെ കൂടുതൽ അവെയർ അല്ലാതെ ഇരിക്കുന്ന ഏതാനും ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അതിലൊരു ബേസിക് അവയർനെസ് ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഭാഗങ്ങളും. സോ മനസ്സിലാക്കേണ്ടത് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പാറ്റേൺസ് ഒക്കെ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, ഒരുപാട് കുഴപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ല. പിന്നെ മൈനർ റൈറ്റേഴ്സ് എന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ നമുക്ക് ഒട്ടുവിധം അറിയാത്ത ആളുകളുടെ എന്നാൽ മേജർ റൈറ്റേഴ്സിന്റെ പ്രധാന കോൺസെപ്റ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. സോഷ്യൽ ഡാർവിനിസം പ്രപ്പോസ് ചെയ്ത് അതിന്റെ എക്സ്പെണന്റിനെയാണ് ചോദിച്ചിരിക്കുന്നത്, യൂട്ടിലിറ്റേറിയത്തിന്റെ എക്സ്പെണന്റിനെ ചോദിച്ചു. സോ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ, തിയററ്റിക്കൽ ആയിട്ടുള്ള പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളുകളെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ലിറ്ററേച്ചർ മാത്രമല്ല ഓരോ കാലഘട്ടത്തെയും അടയാളപ്പെടുത്തുന്നത്, ആ ലിറ്ററേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കാലഘട്ടമാണ്, ആ ഒരു ജീവിത ശൈലിയാണ്, കൂടാതെ അന്നത്തെ പ്രധാന ചിന്താഗതികളാണ് അല്ലെ. നമുക്കറിയാം ഹ്യൂമനിസം വന്നു, ലിബറലിസം വന്നു, ഒരുപാട് ട്രെൻഡുകൾ കടന്നുപോയി. മോഡേണിസം വന്നു, പോസ്റ്റ് മോഡേണിസം വന്നു, പോസ്റ്റ് മോഡേണിസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം എന്ന് പറയാം. സോ ആളുകൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ സോഷ്യോ പൊളിറ്റിക്കൽ തിയറീസ് കൊണ്ടുവരികയാണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ഓരോ വർക്കുകളെ എന്ന് പറയുന്നത്. സോ സോഷ്യൽ കോണ്ടെക്സ്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ചെയ്തു അല്ലെ, അതായത് വിക്ടോറിയൻസിനെ കുറിച്ച് പറഞ്ഞു. കൂടാതെ ജോർജിനറെ മെൻഷൻ ചെയ്യുന്ന ഒരു എഡ്വേർഡിനറെ മെൻഷൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എറാസ് അല്ലെങ്കിൽ കാലഘട്ടങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക്കലി ചില മൊഡ്യൂൾസുകൾ അവർ എക്സ്ക്ലൂസീവ്ലി സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അതിന്റെ പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുകളാണ് നമ്മളെ അത്തരത്തിലുള്ള ലിറ്റററി വർക്കുകൾ എഴുതാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലെ. ഫ്രഞ്ച് റവല്യൂഷൻ ആണ് നമ്മുടെ വേർഡ്സ്വർത്തിന് പ്രധാനമായിട്ടും ഒരു ഇമ്പറ്റസ് ആയിട്ട് തോന്നുന്നത് ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് വർക്കുകൾ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇദ്ദേഹം പ്രിഫേഴ്സ് ടു റെഡിക്കൽ ബെല്ലാഡ്സും അതുപോലെ തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ തിയറീസും എന്തുകൊണ്ട് നമ്മൾ നേച്ചറിലേക്ക് മടങ്ങി പോകണം എന്നുള്ള ആ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതും. സോ സൊസൈറ്റൽ കണ്ടീഷനിങ്, സ്പെസിഫിക്കലി ആ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യോ കൾച്ചറൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരില്ല, തീർച്ചയായും ക്വസ്റ്റ്യൻ വരും, പക്ഷേ അത് ആ ഒരു ഭാഗത്ത് നിന്ന് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പ്രധാന ഇവന്റ്സ് മനസ്സിലാക്കി വെക്കുക, അത് ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നിട്ടുള്ള ഒരുപാട് പ്രധാന വർക്കുകൾ മനസ്സിലാക്കി വെക്കുക. സോ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ പഠിക്കാനും അതുപോലെ തന്നെ സമയം പ്രോപ്പർലി ഡെഡിക്കേറ്റ് ചെയ്യാനും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മാസ്റ്റർ ചെയ്ത്
ഈവൻ അതിൻ്റെ ടോപ്പ് റാങ്ക് പട്ടികയിൽ തന്നെ എളുപ്പത്തിൽ നേടാൻ പറ്റാവുന്ന ഒരു എക്സാമാണ്, സ്ഥലം നേടാൻ പറ്റാവുന്ന ഒരു എക്സാമാണ്. സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടാതെ ഇനി അടുത്ത സെഷനിൽ നമ്മൾ സെറ്റിലെ യൂണിറ്റ് 3യെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് റിമെമ്പർ ഇറ്റ്സ് നോട്ട് മൊഡ്യൂൾ 3, ഇറ്റ്സ് നോട്ട് മൊഡ്യൂൾ 3, ഇറ്റ്സ് ആക്ച്വലി യൂണിറ്റ് 3. സോ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓരോ യൂണിറ്റും അതുപോലെ തന്നെ ഓരോ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രധാന ഏരിയാസും അതിലെ ഡിറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ സാധ്യതയുള്ള ഭാഗങ്ങളും അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ്റെ നേച്ചറും ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും കുറെ PYQs നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. കൂടാതെ മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, മോക്ക് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം അതുവഴി നമുക്ക് ആ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളൊരു ഐഡിയ കിട്ടും. കൂടാതെ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്നുള്ളൊരു കൂടുതൽ മോക്ക് ക്വസ്റ്റ്യൻ സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ എൻട്രി ആപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. പ്രോപ്പർലി റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. സോ ഇഫ് ഇൻ കേസ് ഇഫ് യു ഗെറ്റ് എനി, you will be definitely able to approach us and we will be able to clear that properly as well. So I hope I have just cleared and we have just had a very good time while discussing our today's PYQs, where we actually discussed about Unit 2, and in our next session we will be definitely talking about Unit 3. ആ 20 മൊഡ്യൂളുകളിൽ നിന്ന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന പ്രധാന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. Till then, it's me Nihal Jabin signing off, and all the best, and definitely do some real smart work. All the best and best wishes. Thank you.